നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. വേറെ അങ്ങോട്ടുമല്ല, ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. സോൾ കൊറിയ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റിംഗ് ആണ്. ഇനിയൊരു 1 hour ഉള്ളൂ. ബോർഡിംഗ് പാസിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാം ഞാൻ എടുക്കാൻ നോക്കാം. പിന്നെ ഒരു ട്രിപ്പൊക്കെ ആകും തന്നെ, ഒരു ലോങ് ജേർണിയൊക്കെ ആകും തന്നെ, അകത്ത് കയറി ഫുഡൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഫ്ലൈറ്റിനകത്തെ വീഡിയോസ് മാക്സിമം അങ്ങ് എടുക്കാൻ വിട്ടുപോകും ഗൈസ്. പക്ഷേ ഇപ്രാവശ്യം മാക്സിമം ഞാൻ എടുക്കാനുള്ള സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൺഫേം ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് കാണാം. ഈ കാണുന്ന ബോയിങ് 787 ഡ്രീം ലൈനറല്ല നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ടൊറൻറ്റോയിൽ നിന്ന് വന്ന ഫ്ലൈറ്റാണ്. ടൊറൻറ്റോയിൽ നിന്ന് വന്നു, ഇനി ഇത് കൊറിയയിലോട്ട് പോകുന്ന കേസ്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് സെറ്റ്. ഇപ്പോൾ അവർ ഓഫ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ തന്നെ ലോഡ് ചെയ്യും. കേസ് നമുക്കങ്ങനെ ഒരു ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ഒക്കെ കിട്ടുന്നതിന് എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേങ്കിൽ ഒന്നും നടക്കാറില്ല ഗൈസ്. ബിസിനസ് ക്ലാസ്സിലോട്ട് കയറി ഫുഡൊക്കെ അടിച്ച് 2 ഡ്രിങ്കൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല നൈസായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ വീഡിയോ എടുക്കാൻ തോന്നത്തില്ല. പക്ഷേ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ എടുക്കുക ഇപ്രാവശ്യം. അപ്പോൾ നമുക്കിനി നേരെ എയർക്രാഫ്റ്റിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലോഡിങ് നടക്കുന്നേ ഉള്ളൂ ഗൈസ്. ബട്ട് സ്റ്റിൽ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ബോർഡിംഗ് ആണ് ഗൈസ്. അപ്പോൾ സെറ്റ് അടിപൊളി എക്സൈറ്റഡ് ആണ്. ഇത്രയും ലോങ് ജേണിക്കൊക്കെ ഒരു ബിസിനസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ തന്നെ വൈബായിരിക്കും ഗൈസ്. വൈബ് അടിച്ച് അവിടെ ഇരിക്കാതിരുന്നാൽ മതി. ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയ സെറ്റ്. ഗൈസ് ഫ്ലൈറ്റ് സെറ്റായിട്ടുണ്ട്. അടിപൊളി കംഫർട്ടബിൾ സീറ്റാണ്. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ഒന്നും അല്ല. പക്ഷേ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ്സിൽ കയറി കഴിയുന്നതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ തോന്നത്തില്ല. അതാണ്. പിന്നെ ഒരു ലോങ് ജേണിയാണ്. അതുകൊണ്ട് അടിപൊളിയായിരിക്കും. നമുക്ക് മാക്സിമം എല്ലാം എടുക്കാൻ നോക്കാം. അറ്റ്ലീസ്റ്റ് ഫുഡിൻ്റെയെങ്കിലും എടുക്കാം ഗൈസ്. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ബിസിനസ് ക്ലാസ് വേറെ തന്നെ വൈപ്പായിരിക്കും. ഇതൊരു പ്ലാറ്റിമയുടെ ഐറ്റം ആയിരിക്കും ഗൈസ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇതൊരു അൺഎക്സ്പെക്റ്റഡ്. എപ്പോഴും നമുക്ക് സ്റ്റാഫായിട്ട് ട്രാവൽ ചെയ്യുന്നത് അൺഎക്സ്പെക്റ്റഡ്ലി ചിലപ്പോൾ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് കിട്ടും. ചിലപ്പോൾ നല്ല ബിസിനസ് ക്ലാസ് ഓപ്പൺ ആണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ സെറ്റ് അടിപൊളിയാക്കാം നമുക്ക്. പ്രീമിയം ലെവലിലുള്ള മെനു ഒക്കെയാണ് ഗൈസ്. അപ്പോൾ കുറേ ഉണ്ട് എന്തൊക്കെയോ. ഞാനപ്പോൾ ഒരു ബീഫിൻ്റെ ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈറ്റ് എടുത്തൊന്നുമില്ല. അതിന് മുമ്പ് നമ്മൾ ഫുഡൊക്കെ പറഞ്ഞു. കാരണം നമ്മുടെ രീതി അതാണല്ലോ, ഫുഡാണ് മെയിൻ. പിന്നെ ഡ്രിങ്ക് എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ഷാമ്പയിൻ പറയണമെന്നുണ്ട്. അത് ഇതുവരെ അവർ ചോദിച്ചില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവർ ആക്ച്വലി നേരത്തെ ഫുഡിൻ്റെ ഓർഡർ വന്ന് എടുക്കും. ബിക്കോസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോഴ്സ് ഫുഡ് തരും. അപ്പോൾ അത് ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് ആദ്യമേ ഇവർ അതിൻ്റെ ഓർഡർ എടുക്കും. അപ്പോൾ ഇനിയും ടേക്ക് ഓഫിന് മുമ്പായിട്ട് ഒരു ഡ്രിങ്ക് തരും. അത് നമുക്ക് ഷാമ്പയിനും കുറഞ്ഞ കളിയില്ല കൈസ്. ബിസിനസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാക്സിമം മുതലെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സെറ്റ് കേസ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്ത് ഗൈസ്. സെറ്റ്. രാജകീയമായിട്ടായിരിക്കുന്നു. സെറ്റാണ്. ആക്ച്വലി വൈഫുണ്ട്. ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് വേണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ സീറ്റിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 to 1 ആണ്. അപ്പോൾ വിൻഡോ നമ്മൾ ഒരുമിച്ചിരിക്കണമെങ്കിൽ നടുക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടത്തില്ല. ചൂടെ പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിൻഡോ സീറ്റ് ഓപ്റ്റ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് നടുക്ക് കിട്ടിയേനെ. പക്ഷേ എന്നാലും നമുക്ക് വീഡിയോ ആണല്ലോ ഗൈസ്. ഡെഡിക്കേഷൻ. നമുക്ക് വൈഫിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ സീറ്റൊക്കെ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി ഒരു സ്ക്രീന്. പിന്നെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ റിമോട്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അമ്യൂണിറ്റി കിറ്റ്, ഒരു അടിപൊളി ഒരു ഹെഡ്സെറ്റൊക്കെ ഉണ്ട്. പിന്നെ പില്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതവിടെ. ലെഗ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. ഇങ്ങനെ കിടക്കുക. ഇത് നമുക്ക് ആക്ച്വലി ബെഡ് പോലെ ആക്കാമെന്നൊരു സീറ്റാണ്. അത് ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ കളത്തി വെക്കാൻ താഴ്ത്തി വെക്കാനും ഒക്കെ എത്തുന്നൊരു സെറ്റപ്പ്. അപ്പോൾ ഇനി ടേക്ക് ഓഫാണ് ഗൈസ്. ടേക്ക് ഓഫ് കഴിഞ്ഞ് നമുക്ക് കാണാം.
ഇത് സെറ്റാണ്. അപ്പോൾ നമ്മുടെ ട്രേ ടേബിൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഫുഡൊക്കെ വരാറായി. ഫുഡ് വന്നിട്ട് കാണിക്കാം. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, മൂവീസൊക്കെ ഉണ്ട്. മൂവീസ് ആക്ച്വലി കൂടുതലും ഇന്ത്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ തമിഴും പഞ്ചാബി ഹിന്ദിയും പഞ്ചാബിയും ഒക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് മൂവീസും അതിന് സീരീസസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനൊപ്പം പിന്നെ അമ്യൂണിറ്റി കിറ്റ് അത് ഞാൻ കാണിച്ചു ഓൾറെഡി. പിന്നെ ഇതിലാണ് നമ്മുടെ സീറ്റിൻ്റെ കൺട്രോൾ പോകുന്നത്. ഇത് വെച്ച് നമുക്ക് സീറ്റിൻ്റെ ആണെങ്കിൽ ഇവിടെ ആംബിയൻസ് ലൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ലൈറ്റ് കത്തി. ഇതെന്തോ അടിയിൽ ഒരു ലൈറ്റ് കത്തി. അത് വെച്ചപ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, കൊച്ചു കാനഡയിൽ നടക്കുന്നത്. അപ്പോൾ ഓക്കെ, വീണ്ടും ഹോമിൽ പോയി. പിന്നെ ഇത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സർവീസ് ഇവരെ നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഫ്ലൈറ്റ് അറ്റൻഡൻസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണല്ല, ലൈക്ക് നമ്മൾ പാൻട്രി എന്ന് പറയുമ്പോൾ പാൻട്രിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് കൈ നീട്ടിയാൽ മതി. നമ്മൾ സ്റ്റാഫാണെന്ന് ഓൾറെഡി അറ്റൻഡൻസിന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്താ ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞേച്ചാൽ മതി, സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കോക്ടെയിൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, അത് വരട്ടെ. അത് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം. ഹോട്ട് ടവൽ കിട്ടി ഗൈസ്. ഹോട്ട് ടവൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവം. എന്നാലും അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വരാറായി. ഇവിടെ ഇതൊക്കെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ടവലൊക്കെ കൊണ്ടിട്ടു. പിന്നെ ഞാൻ മുന്നാബായി കണ്ടുകൊണ്ടിരിക്കുക. ഒരു കോമഡി മൂവി കാണുന്നതാണ് നമുക്ക് താല്പര്യം. അങ്ങനെ മുന്നാബായി ഇട്ടിട്ടുണ്ട്, സെറ്റാക്കി. അപ്പോൾ ബാക്കി സെറ്റ് ഗൈസ്. നമ്മുടെ ഡ്രിങ്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഡ്രിങ്ക് ആക്ച്വലി ഞാൻ സ്വിച്ച് ചെയ്തു. ഞാൻ ആക്ച്വലി ഒരു കോക്ടെയിലാണ് പറഞ്ഞത്, അത് വേണ്ട. ഞാനൊരു വിസ്കി വിത്ത് ഓൺ ദ റോക്സ് വിസ്കി, പിന്നെ ഒരു ഡയറ്റ് കോക്ക്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രോൾ ഉണ്ടല്ലോ, 2 പഴം നിറച്ചതും ഒരു സമൂസയും കഴിച്ചിട്ട് ചായ മാത്രം വിത്തൗട്ട് കുടിക്കുന്നത്, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ സെറ്റാണ്. മുന്നാബായി ഓടിക്കൊണ്ടിരിക്കുന്നു. ടച്ചിങ്സ് എന്തൊക്കെയോ പല പല നട്ട്സാണ്, ലൈക്ക് കാഷ്യൂ, ആൽമണ്ട്സ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത് മിക്സാണ് വന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ആപ്പിറ്റൈസറ്. ഒരു സാലഡുണ്ട്, ഗാർലിക് ബ്രെഡുണ്ട്, ബട്ടറുണ്ട്. ഇത് സാൽമണിൻ്റെ എന്തോ ഒരു ഇത് ആപ്പിറ്റൈസർ ശരിക്കും. പിന്നെ ഇത് ഒലിവ് ഓയിൽ, കട്ട്ലറീസ്. മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഫിഷാണ്. ഞാൻ ആക്ച്വലി ആദ്യം ഞാനാണെങ്കിൽ ബീഫ് ഓർത്തു. പക്ഷേ ബീഫ് ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുള്ള ഫിഷ് ഗ്രീൻ കറി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നോക്കിയിട്ട് ട്രൈ ചെയ്യാത്തൊരു സംഭവം. അപ്പോൾ അത് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. മെയിൻ കോഴ്സ് വന്നു ഗൈസ്. റൈസ്, ഇത് ഫിഷാണ്. ഫിഷ് ഗ്രീൻ കറി ഇതാണ്. പിന്നെ ഇതൊരു സാലഡ്. അത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. കഴിഞ്ഞിട്ടില്ല ഗൈസ്. മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കട്ട് ഫ്രൂട്ട്സ്, ചീസ് പ്ലാറ്റർ, ചീസ് കേക്ക്, ക്രാക്കർ, പിന്നെ ഒരു കേക്ക്. അത് ഡിഫറെൻറ്റ്, ഭയങ്കര ഹെവിയാണ്. പിന്നെ ബിസിനസ് മോഡൽ കിട്ടുന്നുണ്ട്, നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതൊക്കെ സെറ്റായിരുന്നപ്പോൾ ഗൈസ് ഇവർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നത്. അതിനകത്ത് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാം ഫ്ലൈറ്റിനകത്ത്. ഇത് ലിക്കറൊക്കെ ആക്ച്വലി എനിക്ക് കമ്പാരിറ്റീവ്ലി വെളിയിലേക്കാട്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. വെളിയിലെ പ്രൈസൊക്കെ തന്നെയുള്ളൂ. ചിലപ്പോൾ ഒരു $5 ഡിഫറൻസേ ഉള്ളൂ. ന്യായമായിട്ടുള്ള പ്രൈസേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോ ലൈക്ക് സുവനിയർ പോലത്തെ സംഭവങ്ങൾ
വേണേ വാങ്ങിയാൽ മതി. പക്ഷേ ഇത് വാങ്ങുന്നവരും കാണുമായിരിക്കും. ഞാനതിൽ വാങ്ങിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം നല്ല ക്ഷീണമുണ്ട് ഗൈസ്, ഒന്ന് ഉറങ്ങണം. ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് സെറ്റായിരിക്കും. അടിപൊളി ഫുഡായിരുന്നു, ഹെൽത്തി വേർഷനായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. അങ്ങനെ വാഷ്റൂമിൽ വന്നിരിക്കുകയാണ് ഗൈസ്. വാഷ്റൂം എനിക്ക് വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല. എക്കോണമിയുടെ സെയിം വാഷ്റൂം തന്നെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ ലൈക്ക് സാധാരണ സംഗതികളൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. ഗൈസ് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇതിലൊരു കവറുണ്ട്, അതൊക്കെ ഇട്ട് ബ്ലാങ്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് കിടക്കാം ഗൈസ്. ഫ്ലാറ്റ് ബെഡാക്കിയേക്കാം. ആംബിയൻസ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ രാജകീയമായിട്ട് തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ചരിഞ്ഞ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ചേരം കിടന്ന് ഉറങ്ങാം. മുന്നാവൈയൊക്കെ കണ്ടോണ്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും. വേറെ തന്നെ വൈബ് ഗൈസ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ എണ്ണീറ്റു. ഫുൾ ഫ്രഷാണ് ഗൈസ്. ഇനി ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അടിപൊളി വീഡിയോസ് എടുക്കും എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ഒരു ഫുഡൊന്നും കൊണ്ട് തരാമായിരുന്നു. അത് ഫുഡ് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉറക്കം പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഹാഫ് വേ ആയി. ഇനി നമുക്ക് എത്ര അവേഴ്സ് കൂടെ ഉണ്ട്? ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 hours കൂടെ ഉണ്ട്. ഹാഫ് വേ ആയി. അപ്പോൾ സെറ്റ് ഗൈസ്. ഒരു 6.5 hours കഴിഞ്ഞു. പക്ഷേ ആക്ച്വലി ഏർലി അറൈവല്ല. എനിക്ക് 3:42 അവിടെ എത്തും. ശരിക്കും നമ്മളൊരു 4 something ആയിരുന്നു എത്തേണ്ടത്. പൈലറ്റ് പാർപ്പിച്ചുകൊണ്ടിരിക്കും. അവരപ്പോൾ ഇടയ്ക്ക് ഞാൻ എണ്ണീറ്റപ്പോഴത്തേക്കിന് സ്നാക്ക് കൊണ്ട് തന്നു കേസ്. ഞാൻ വെള്ളം മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെള്ളം തന്നു. ഇതാണ് ബിസിനസ് ക്ലാസ്സിൻ്റെ ഒരു ഗുണം. നമ്മൾ എണ്ണീറ്റിരുന്ന് കഴിഞ്ഞാൽ എന്തിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്നേഹത്തോടെ തരുമ്പോൾ എങ്ങനെ വേണ്ടാന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് കേസ്. ഒരു വ്ളോഗറിൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടേറിയതാണ്. പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്യുന്ന എനിക്ക് വീണ്ടും വീണ്ടും ഒരു ഫുഡ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചീസ് സാൻഡ്വിച്ച്, ഒരു കോഫി ഞാൻ എടുത്തു. വിത്തൗട്ട് ഷുഗറാണ്. അതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് ഇത്രയും ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഷുഗർ കട്ടായതുകൊണ്ട് നോ ഷുഗർ. അപ്പോൾ അത് സെറ്റാക്കി ചെറിയ വ്യൂ ഒക്കെ ഞാൻ ആക്ച്വലി ഇത് അത്ര ലൈറ്റാക്കി വെച്ചേക്കും. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഫ്ലൈറ്റിലല്ല ഇങ്ങനെ. ഇത് ജസ്റ്റ് നമുക്ക് കേട്ടൺ ഇല്ല, ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഞാനിങ്ങനെ ഒരു ചെറിയൊരു എല്ലാവരും ഉറക്കമൊക്കെ അല്ലേ, അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ബ്രൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ച് നല്ല സ്കൈ വ്യൂ ഒക്കെ കിട്ടുമ്പോൾ വ്യൂ ഒക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഏതൊരു റാൻഡം മൂവി ഇട്ടോണ്ടിരിക്കുക ചെയ്തതാണ്. അപ്പോൾ സെറ്റ് ഗൈസ്. അങ്ങനെ ദിൽ ചാഹത്താ ഹൈ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു 4.5 hours കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഉറക്കമൊന്നുമില്ല. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് മാക്സിമം ഒരു 2 hours ഉറക്കം. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് ഗൈസ്. ഇനിയിപ്പോൾ കൊറിയയിലോട്ട് ചെല്ലാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഗൈസ്. മാക്സിമം ഇനി ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മളിനി നൈറ്റ് മൊത്തം സെറ്റായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വെറുതെ ഉറങ്ങിപ്പോത്തേ ഉള്ളൂ. ഞാൻ ടോഫു എടുത്ത്. ടോഫു ഞാൻ ആക്ച്വലി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഓംലെറ്റ് ആയിരുന്നു. അത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു.
തന്നെ വൈബായിരിക്കും. നല്ല ചൂടായിരിക്കും. നമുക്ക് ഇവിടുന്ന് സണ്ണൊക്കെ കാണാം. ലാൻഡിങ് ആണ് ഗൈസ്, ലാൻഡിങ്. ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. കാണുന്നതാണ് സോൾ, കൊറിയ സോൾ നഗരം ഗൈസ്. സോളിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ. പക്ഷെ നല്ല ബിസിയാണ്, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് അത്യാവശ്യം നല്ല ബിസിയായിട്ടുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ മൊത്തം കൊറിയൻ എയറിൻ്റെ കളിയായിരിക്കും. ഇത് കൊറിയയുടെ എന്തോ ബഡ്ജറ്റ് എയർലൈനായി കാണുന്നത്. സെറ്റ് ലാൻഡിങ് ഓൾമോസ്റ്റ് ലാൻഡ്. യെസ്, കം ഓൺ ഗൈസ്. ലാൻഡഡ്. അങ്ങനെ ജെറ്റ് ബ്രിഡ്ജ് അറ്റാച്ച് ചെയ്യുവാണ് ഗൈസ്. ഈ അടുപ്പിക്കുന്ന ജെറ്റ് ബ്രിഡ്ജ് L2 എന്ന് പറയും. L2 എന്ന് പറയുമ്പോൾ അത് എക്കോണമിക്ക് വേണ്ടിയുള്ള. ഫ്രണ്ടിലുള്ളത് L1 എന്ന് പറയും. L1 ബ്രിഡ്ജ് അവർ അറ്റാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിന് അതിലെയാണ് യൂഷ്വലി ഇറങ്ങുന്നത്. ഇത് L2, ഇത് എക്കോണമി. ഇനി ബിസിനസ്സും എക്കോണമിയും രണ്ടും കൂടെ ഒറ്റ ബ്രിഡ്ജ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവർ മറ്റേത് അറ്റാച്ച് ചെയ്യുന്നില്ല. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. നമുക്കിവിടെ വീസ വേണ്ട. ഇന്ത്യൻസിനാണെങ്കിൽ വീസ വേണം. പിന്നെന്തുവാ, എത്ര ദിവസം ഉണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരു 3-4 ദിവസം മാക്സിമം, അത്രേ ചോദിച്ചുള്ളൂ. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നമ്മുടെ ബാഗേജിന് വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ബാഗേജ് ഓൾറെഡി ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എയർ കാനഡയുടെ ഇവിടെ കാരസൽ 23 വലിയ എയർപോർട്ട്. അതുപോലെ തന്നെ ഭയങ്കര ബിസിയുമാണ് ഈ എയർപോർട്ട്. നമ്മുടെ ബാഗാണെന്ന് തോന്നുന്നു. ആ കാണും. അതെ, അത് നമുക്കുടെ ബാഗ് തന്നെയാണ് ഗൈസ്. പുരട്ടി. എന്നാലും എപ്പോഴും ഞാൻ പറയാറുള്ളത് തൊട്ട് തന്നെ നമ്മൾ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പേര് കൺഫേം ചെയ്യുക. യെസ്. ഇപ്പോൾ ബാഗൊക്കെ കിട്ടി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. സിം എടുക്കണം. പിന്നെ ഇവിടുത്തെ മെട്രോ കാർഡ്, വാവ് കാർഡ്, ടി മണി കാർഡ്, അങ്ങനെ 2-3 കാർഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുക്കാം. അത് ഈ മെട്രോ, സ്കൈ ട്രെയിൻ, അതുപോലെ തന്നെ എന്താ ഇവിടുത്തെ മറ്റേ ഫാസ്റ്റ് ബുള്ളറ്റിൻ ട്രെയിനോ അങ്ങനത്തെ, പിന്നെ സബ്വേ, ബസ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കുന്ന ടൈപ്പ് കാർഡ്. അപ്പോൾ അത് ഒരെണ്ണം എടുക്കണം. അപ്പോൾ നേരെ അതിനോട് പോയി അതിൻ്റെ സെറ്റപ്പ് എന്തോന്ന് നോക്കാം. ശരി. നമ്മുടെ കാനഡയിലുള്ള പോലെ തന്നെ എന്തെങ്കിലും പ്ലാൻസോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള സ്ഥലമായത്. അത് കാനഡയിലൊക്കെ വരുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നവ്യ നായർക്കൊരു പണി കിട്ടിയത് അറിഞ്ഞല്ലോ. ഓസ്ട്രേലിയ വെച്ച് ഏതാണ്ടൊരു പൂ കൊണ്ടുപോയതിൻ്റെ വിഷയത്തിൽ ഏകദേശം $2,000 ഫൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചില ഭാഗത്തോട്ട് വിളിച്ച് ആ സാധനം എടുത്ത് കളയത്തേ ഉള്ളായിരിക്കും. ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഫൈൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ പൂവിൻ്റെ പേരിൽ $2,000, ഏകദേശം $1,50,000 സെറ്റ് പോയി കിട്ടി. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സിമ്മിൻ്റെ പരിപാടികളുണ്ട്. എല്ലാം ഇനി ഏതാ ഡീലെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും കാണുന്ന ഒരെണ്ണം അങ്ങ് എടുക്കുമോ. കേസ് ഇവിടെ വന്നാൽ കൺഫ്യൂസ് ആകേണ്ട ഒരു കാര്യമില്ല. കറൻസി എക്സ്ചേഞ്ച്, പിന്നെ ഇത് ട്രെയിൻ കാർഡാണ് കേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റോഴ്സ് ഉണ്ട്. ഇങ്ങനെ ചെറിയ നമ്മുടെ CU എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ 7-Eleven പോലത്തെ സെറ്റപ്പാണ്. ഈവൻ 7-Eleven ആണെങ്കിലും കിട്ടും ഈ ട്രെയിൻ കാർഡ് കിട്ടും. 2 ട്രെയിൻ കാർഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോകാൻ ബസ്സുണ്ട്. ബസ്സെന്ന് പറയുമ്പോൾ ഇത് പ്രീമിയം ബസ്സാണ്. അപ്പോൾ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിയങ്ഡോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്, ഹോട്ടൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ മിയങ്ഡോങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രിപ്പാണ്. അപ്പോൾ അവിടെ വരെ പോകണമെങ്കിൽ ഓൾമോസ്റ്റ് $16 ആവും. ഇവരുടെ എങ്ങാണ്ട് 17,000 വോൺ. അപ്പോൾ അത്രയും സ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ ബഡ്ജറ്റാണ്. നമുക്കിപ്പോൾ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം $2 നമുക്ക് അങ്ങ് ചെല്ലാം. അപ്പോൾ അതിൽ നല്ല ലാഭമാണ് കേസ്. അപ്പോൾ നേരെ നമ്മൾ ഇനിയും ട്രെയിൻ എടുക്കുന്ന സിസ്റ്റം. ഇനി ട്രെയിനിൻ്റെ സെറ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേസ്. അപ്പോൾ നമ്മളിവിടുന്ന് എയർപോർട്ട് എക്സ്പ്രസ് ട്രെയിൻ എടുത്തിട്ട് സോൾ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങണം. അവിടുന്ന് വേറെ ട്രെയിൻ എടുത്ത് നമ്മൾ മിയാങ്ഡോങ്ങിൽ പോകണം. കുഴപ്പമില്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ഒരു രീതിയിലുള്ള സ്കാമും ഇല്ല. സ്കാമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിക്കാർ, ലൈക്ക് റിസോർട്ടിൻ്റെ ആളുകൾ, ടൂറിസം, അങ്ങനത്തെ പല രീതിയിലുള്ള സ്കാമിൻ്റെ ആൾക്കാർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുമല്ലോ. ഇവിടെ അതൊന്നുമില്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ബസ്സും ട്രെയിനും ഒക്കെ തന്നെ. ടാക്സിയൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ. പക്ഷേ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. ഊബറൊക്കെ ഉണ്ട്. എക്സ്പെൻസീവ് ആയിരിക്കും എന്നല്ല, തീർച്ചയായിട്ടും എക്സ്പെൻസീവ്. ബസ് ഞാൻ നോക്കിയപ്പോൾ $17 കാണിക്കും. $16-17. അപ്പോൾ അതിലും ഭേദം നമ്മൾ ട്രെയിൻ എടുക്കാമെന്നുണ്ടെങ്കിൽ അത്ര പകുതി പോലും ആവുന്നില്ല. $2 ആവുന്നുള്ളൂ.
അപ്പോൾ അതല്ലേ ലാവും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. അപ്പോൾ നമുക്കത് പിടിക്കാം. ഇപ്പോൾ ട്രെയിൻ എടുക്കാനുള്ള സെറ്റപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എയർപോർട്ടിലെ എക്സ്പ്രസ് ട്രെയിനാണ്. ഇതടുത്ത് നമ്മൾ സോൾ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങണം ഗൈസ്. അങ്ങനെ നമ്മൾ വന്നു, റൂം എടുത്തു. റൂം ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിയോങ്ഡോങ് എന്ന് പറഞ്ഞ മെയിൻ സ്ട്രിപ്പിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ചെറിയ റൂമാണ്. ഇവിടെ ഇത്രയും സൗകര്യമുള്ള റൂം കിട്ടുന്നതന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയൊരു സെറ്റപ്പിലോട്ടൊക്കെ മാറുകയാണെങ്കിൽ പൈസ കൂടും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീറ്റിൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നമുക്ക് ഒത്തിരി ഇവിടെ ഈ മെയിൻ സ്ട്രിപ്പിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഒന്നും കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ കയറുമ്പോഴും ഒക്കെയുള്ള വിഷമം ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഫസ്റ്റ് തിങ് നമുക്ക് ബസ് എടുത്ത് വരാം. ബസ് എടുത്തെന്ന് പറഞ്ഞാൽ ലെമോസിൻ ബസ്സാണ്. അത് ഒരു ഹൈ എൻഡ് സെറ്റപ്പാണ്. അതിന് നമ്മുടെ ഇവിടുത്തെ ഒരു 17,000 വോൺസാണ്. അത് നമ്മുടെ ഒരു $15 വരും. അപ്പോൾ ഞാൻ ഇച്ചിരി ബഡ്ജറ്റ് ആക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ട്രെയിൻ എടുത്തത്. ട്രെയിൻ നമുക്ക് അവിടുന്ന് എക്സ്പ്രസ് ട്രെയിൻ എടുത്ത് സോൾ സ്റ്റേഷനിൽ വരാം. എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് സോൾ സ്റ്റേഷൻ വരെ ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഒറ്റയടിക്ക് വരാം. നമ്മളെടുത്തത് നമ്മുടെ സ്കൈ ട്രെയിൻ പോലത്തെ സംഭവം. അപ്പോൾ അവിടെ ഏകദേശം ഒരു 10-12 സ്റ്റോപ്പോളം സ്റ്റോപ്പ് ചെയ്താൽ വരുന്നത്. അപ്പോൾ അത് ഇച്ചിരി ടൈം എടുത്തു. ഓൾമോസ്റ്റ് 1 hour എടുത്ത് സോൾ സ്റ്റേഷനിൽ വന്നു. സോൾ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ 2 ലൈൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു 2 സ്റ്റേഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിയോങ്ഡോങ് എന്ന് പറഞ്ഞ സ്ഥലമായി. മിയോങ്ഡോങ്ങിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഫുൾ ഷോപ്പിംഗ്, സ്ട്രീറ്റ് ഫുഡ്, അങ്ങനത്തെ സെറ്റപ്പൊക്കെ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. മറ്റേ ഇവിടുത്തെ കൊറിയയിലെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ ആക്കാം. ബിക്കോസ് എല്ലായിടത്തും ഒന്നും ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എത്രത്തോളം എടുക്കാനൊക്കെ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. റോബി കാറ്റക്കി സൈനിങ് ഓഫ്.